പ്രിയമുള്ളവരെ, പുതിയൊരു ആരാധനാ വത്സര കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ശ്ലീഹന്മാരുടെ പ്രവർത്തനങ്ങളുടെ ഓർമ്മയാചരിക്കുന്ന ശ്ലീഹാകാലത്തിൻ്റെ തുടർച്ചയായ, ശ്ലീഹാകാലത്തിൻ്റെ പരിപൂർത്തിയായ ഞായർ എന്നാണ് ഈ ആരാധനാ വത്സര കാലഘട്ടം ആരംഭിക്കുന്ന കൈത്താക്കാലം ഒന്നാം ഞായറാഴ്ചയുടെ പേര്. കേരളത്തിൽ നിന്നും കണ്ടെടുത്ത ഏറ്റവും പുരാതനമായ ആരാധനക്രമ കൈയെഴുത്ത് പ്രതിയായ വത്തിക്കാൻ സിറിയക് 22 1301 വിരചിച്ച ആ കൈയെഴുത്ത് പ്രതിയിൽ നമ്മൾ കാണുന്നത് ശ്ലീഹന്മാരുടെ കാലം പൂർത്തീകരിക്കുന്ന തിരുനാൾ ദിവസമായ നൂസർദേൽ ദിനമെന്നാണ്. നൂസർദേൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ തിരുനാൾ. പഴയ അസീറിയൻ അക്കാഡിയൻ ജനങ്ങൾക്ക് ഉണ്ടായിരുന്ന അവരുടെ ഒരു തിരുനാളായിരുന്നു ഇത്. പുരാതന ക്രിസ്തുമതത്തിന് മുമ്പുണ്ടായിരുന്ന ഒരു തിരുനാളായിരുന്നു. അത് ആഘോഷിച്ചിരുന്നത് അവരുടെ ഐതിഹ്യമനുസരിച്ച് ചില വിഗ്രഹങ്ങളിൽ വെള്ളം ഒഴിച്ചുകൊണ്ടുള്ള ഒരു ആഘോഷമായിരുന്നു. മാത്രമല്ല, അത് ആഘോഷിക്കുന്ന ദിവസം ജൂലൈ 12-ാം തീയതിയാണ്. ഇപ്പോഴും അത് ചിലയിടങ്ങളിൽ ആഘോഷിക്കുന്നുണ്ട്. ആ ദിവസം വിഗ്രഹങ്ങളിൽ അവരുടെ അതിൽ ജലം ഒഴിക്കുകയും ജലത്തിൽ കളിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പക്ഷെ പിന്നീട് ഈ അസീറിയക്കാര് വിശ്വാസം സ്വീകരിച്ചതിന് ശേഷം ഈ ദിവസം വിജാതീയ തിരുനാളിന് പകരം ഒരു ക്രിസ്തീയ തിരുനാളായി ആഘോഷിക്കാൻ തുടങ്ങി. അതാണ് നൂസർദേൽ ദിനം. അതായത് മാമോദീസായിലൂടെ ജലത്തിലൂടെ വിശദീകരണം പ്രാപിക്കുന്ന ദിവസത്തിൻ്റെ ഒരു ഓർമ്മയാചരണമായിട്ട് ആചരിക്കാൻ തുടങ്ങി. ഈ നൂസർദേൽ എന്നുള്ള ആ പേര് കേരളത്തിലും പ്രസിദ്ധമാണ്. 1504 കേരളത്തിൽ സുറിയാനി 4 മെത്രാന്മാര് വരുന്ന ദിവസം നൂസർദേൽ ദിനമാണെന്നാണ് സഭാ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം ഈ ദിനം നമ്മുടെ നാട്ടിലും അറിയപ്പെട്ടിരുന്ന ഒരു ദിനമാണ്. പ്രത്യേകിച്ച് ഒരു വേനൽക്കാല ഒരു തിരുനാളായിട്ടാണ് ആഘോഷിച്ചിരുന്നത്. മഴയെല്ലാം മാറി അന്തരീക്ഷം തെളിഞ്ഞ് പല മൂലാദികളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം. അങ്ങനെ ഒരു വേനൽക്കാലം എന്ന അർത്ഥത്തിലാണ് കൈത്ത കാലം എന്ന വാക്ക് ഉണ്ടായത്. പക്ഷേ യഥാർത്ഥത്തിൽ നേരത്തെ സൂചിപ്പിച്ച ഈ ആരാധനക്രമ പഞ്ചാംഗത്തിന്റെ കൈയെഴുത്ത് പ്രതിയിൽ ഈ കാലഘട്ടത്തിന് വിളിക്കുന്ന പേര് ഞങ്ങളെ ശുദ്ധീകരിക്കുക എന്ന കാലത്തിന്റെ ഒന്നാം ഞായർ, രണ്ടാം ഞായർ എന്നാണ്. ഒന്നാം ഞായർ ശ്ലീഹന്മാരുടെ തിരുനാളാണ്. രണ്ടാം ഞായർ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ രണ്ടാം ഞായർ, മൂന്നാം ഞായർ എന്നാണ് വിശദീകരിക്കുന്നത്. അതിന്റെ അർത്ഥം ഈ കാലഘട്ടത്തിന്റെ ചൈതന്യം ആരാധനക്രമ കലണ്ടറിന്റെ വ്യാഖ്യാതാവായ ബ്രീക്ക് ഈശോ 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അദ്ദേഹം പറയുന്നത് ഇതിന്റെ അർത്ഥം ശ്ലീഹന്മാര് ലോകത്തെ മുഴുവനും കർത്താവിന്റെ സ്നേഹത്തിൽ കഴുകി വെടിപ്പാക്കി അനുതാപത്തിന്റെ ആ പ്രഘോഷണം നടത്തി കണ്ണീര് കൊണ്ട് തങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് കണ്ണീര് കൊണ്ടുള്ള മാമോദീസ സ്വീകരിച്ചു. അങ്ങനെ പശ്ചാത്തപിച്ചു. അതിനെയൊക്കെ അനുസ്മരിക്കുന്ന ശ്ലീഹന്മാർ ലോകത്തെ ശുദ്ധീകരിച്ച കാലഘട്ടമെന്നാണ് ഈ ബ്രീക്ക് ഈശോ എന്ന വ്യാഖ്യാതാവ് പറയുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൻ്റെ യഥാർത്ഥ ചൈതന്യം ശ്ലീഹന്മാർ ലോകത്തിൽ കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിച്ചു. ആ പ്രഘോഷണത്തിലൂടെ നടന്ന ശുദ്ധീകരണം ഇതൊക്കെയാണ്. മാത്രമല്ല, ഈ കാലം ആരംഭിക്കുന്ന ദിവസം 12 ശ്ലീഹന്മാരുടെ തിരുനാളെന്നാണ്. അതായത് ശ്ലീഹന്മാരുടെ തിരുനാളിൻ്റെ പൂർത്തീകരണമായ ഞായറാഴ്ച എന്നാണ്. മാത്രമല്ല, ഈ ദിവസം അതിനൊരുക്കമായുള്ള യാമപ്രാർത്ഥനകളിൽ നിഖ്യാ സുനഹദോസിൽ പങ്കെടുത്ത 318 പിതാക്കന്മാരെ അനുസ്മരിക്കുന്ന ഒരു തിരുനാൾ ദിനം കൂടിയാണ്. ഗ്രീക്ക് ഓർത്തഡോക്സ് സഭകളിൽ ഈ 318 മെത്രാന്മാരെ അനുസ്മരിക്കുന്നുണ്ട്, അവരുടെ തിരുനാൾ ആഘോഷിക്കുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ സഭയിലും ഈ ദിവസം ആണ് അത് ആചരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ശ്ലീഹന്മാരും അവരുടെ പിൻഗാമികളും അവരുടെ അങ്ങനെയുള്ള ആ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ് സഭ. ആ വിശ്വാസമാണ് സഭയിലൂടെ തുടരുന്നത്. ശ്ലൈഹികമായ ആ സഭയുടെ ശ്ലൈഹികത അത് വ്യക്തമാക്കുന്ന ഒരു തിരുനാൾ ദിനം കൂടിയാണ് ഇന്ന് എന്നുള്ളതാണ്. ഇന്നത്തെ സുവിശേഷം മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. മത്തായിയുടെ സുവിശേഷം 8-9 അധ്യായങ്ങളിലൂടെ നമ്മൾ കാണുന്നത് ഈശോയുടെ ദശവിസ്മയങ്ങൾ, 10 അത്ഭുതങ്ങൾ ഈശോ പ്രവർത്തിക്കുന്നതാണ്. ഈശോ ഈ അത്ഭുതങ്ങളെല്ലാം പ്രവർത്തിച്ചതിന് ശേഷം അവിടെ നിന്നാണ് ചെയ്യുന്നത്, താൻ ചെയ്ത അതേ പ്രവൃത്തികൾ ചെയ്യുവാൻ താൻ തിരഞ്ഞെടുക്കുന്ന ശിഷ്യന്മാരെ നിയോഗിക്കുകയാണ്. അപ്പോൾ ഈശോ ചെയ്യുന്ന അതേ പ്രവൃത്തികൾ ചെയ്യുവാൻ ബലഹീനരായ, പാവങ്ങളായ, സാധാരണക്കാരായ തൻ്റെ ശിഷ്യന്മാരെ നിയോഗിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം വളരെ സൂക്ഷ്മമായിട്ടാണ് ഈ 10-ാം അധ്യായം രചിച്ചിരിക്കുന്നത്. ആദ്യമായി ഈ 12 പേരുടെ പേര് വിശദീകരിക്കുകയാണ്. സമവീക്ഷണ സുവിശേഷങ്ങളിൽ 12 പേരുടെ പേര് മാത്രമാണ് കൊടുക്കുന്നത്. അതിനുശേഷം കുറെ കഴിഞ്ഞാണ് അവരുടെ നിയോഗം അവരുടെ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ചുള്ള ആഹ്വാനങ്ങൾ കാണുന്നത്. ഇവിടെ
വിളിക്കുക മാത്രമല്ല, വിളിയും ദൗത്യം കൂടി വിശുദ്ധ മത്തായി സൂചിപ്പിക്കുകയാണ്. 12 ശിഷ്യന്മാരെ അവിടെ നിന്ന് വിളിച്ചു. ഈശോയ്ക്ക് ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു. അതിൽ 12 പേരെ പ്രത്യേകമായി വിളിക്കുകയാണ്. എന്തിനുവേണ്ടിയാണ്? അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുവാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തുവാനും അവർക്ക് അധികാരം നൽകി. അപ്പോൾ ഈശോ പ്രത്യേകമായ ദൈവികമായ അധികാരം, വെറും മാനുഷിക അധികാരമല്ല, ദൈവികമായ ഒരു ചൈതന്യം അവർക്ക് നൽകി, ഒരു അഭിഷേകം നൽകി എന്ന് തന്നെ അതിൻ്റെ അർത്ഥം. എന്നിട്ട് അതിനുശേഷം 12 ശ്ലീഹന്മാരുടെ പേരുകൾ. ആദ്യം ശിഷ്യന്മാർ എന്നാണ് പറഞ്ഞെങ്കിൽ പിന്നീട് 2-ാം വാക്യത്തിൽ 12 ശ്ലീഹന്മാർ. ശ്ലീഹ എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവൻ, അപ്പോസ്റ്റൽ ഗ്രീക്കിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്ന അപ്പോസ്തലന്മാർ എന്ന് മലയാളത്തിൽ പറയുന്ന അതിൽ നിന്നാണ്. അങ്ങനെ ഈ 12 ശ്ലീഹന്മാരെ അവിടുന്ന് അവർക്ക് അധികാരം നൽകുകയാണ്. അവരുടെ പേരുകൾ പറയുകയാണ്. മത്തായിയുടെ സുവിശേഷം പേരുകളുടെ സുവിശേഷം കൂടിയാണ്. സുവിശേഷം ആരംഭിക്കുന്നതിന് ഒരുപാട് പേരുകൾ വംശാവലി ഗ്രന്ഥത്തിലൂടെ കാണിക്കുന്നുണ്ടല്ലോ. അതായത് വ്യക്തിപരമായ പേര് ഒരു വ്യക്തിക്ക് ദൈവം നൽകുന്ന, അയാളെ തിരിച്ചറിയുവാൻ നൽകുന്ന ആ നാമം, ആ പേരിന് പ്രത്യേകമായ അർത്ഥമുണ്ട്. മാത്രമല്ല ചില പേരുകൾ ഈശോ മാറ്റുന്നുണ്ട്. പുതിയ പേരിട്ട് നൽകിക്കൊണ്ട് പുതിയ നിയോഗം നൽകുകയാണ്. അതുകൊണ്ട് പറയുന്നു ഒന്നാമൻ പത്രോസ്, ഗ്രീക്കിൽ പത്രോസ്, സുറിയാനിൽ കേപ്പ എന്ന് വിളിക്കപ്പെടുന്ന ശിമയോൻ. മത്തായി മാത്രമാണ് ഒന്നാമൻ എന്നുള്ള കാര്യം പറയുന്നത്. ശ്ലീഹന്മാരിൽ ഒന്നാമൻ എപ്പോഴും ഒന്നാം സ്ഥാനം പത്രോസിനാണ്. ആ ഒന്നാം സ്ഥാനമാണ് ഇന്ന് തിരുസഭയിൽ തുടരുന്നത് പത്രോസിൻ്റെ പിൻഗാമിയായ മാർപ്പാപ്പായിലൂടെ. ഈശോ തിരഞ്ഞെടുത്ത ഈ ശ്ലീഹന്മാർ, ആ ശ്ലീഹന്മാരുടെ പ്രവർത്തനങ്ങൾ ഇന്നും സഭയിൽ തുടരുകയാണ്. ആ ഒന്നാമൻ എന്നുള്ള സ്ഥാനമാണ് പത്രോസിൻ്റെ പ്രഥമ സ്ഥാനീയത വാസ്തവത്തിൽ ഇവിടെ ഉറപ്പിക്കുകയാണ്. പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോൻ, കാരണം കേപ്പ പാറമേൽ പണിയുന്ന ഭവനം തൻ്റെ സഭയെ സൂചിപ്പിക്കുക ചെയ്യുകയാണ് പത്രോസിൻ്റെ വിശ്വാസം മനസ്സിലാക്കിക്കൊണ്ട്. അതുപോലെ തന്നെ മറ്റ് ശിഷ്യന്മാരുടെ ഓരോരുത്തരുടെയും പേരുകൾ പറയുകയാണ്. ആ ശിഷ്യന്മാർ പലരും സഹോദരന്മാരാണ്. കേപ്പായും അദ്ദേഹത്തിൻ്റെ സഹോദരൻ അന്ത്രയോസ്, യാക്കോബും സഹോദരൻ യോഹന്നാൻ. അതുപോലെ തന്നെ വളരെ വ്യത്യസ്തതയുള്ള ആളുകളാണ് കാണുന്നത്. പീലിപ്പോസ് ഉണ്ട്, ബർത്തലോമിയ, ചുങ്കക്കാരൻ, ചുങ്കം സ്ഥലത്ത് ജോലി ചെയ്തിരുന്ന മത്തായി, യാക്കോബ്, തദേവൂസ്, കാനാങ്കാരൻ അല്ലെങ്കിൽ തീഷ്ണമതിയായ വിപ്ലവകാരിയായ ശിമയോൻ, ഈശോ ഒറ്റിക്കൊടുത്ത യൂദാസ് കറിയാത്ത, വൈവിധ്യമാർന്ന സ്വഭാവവിശേഷമുള്ള പശ്ചാത്തലത്തിലുള്ള ആളുകളെയെല്ലാം ഈശോ തിരഞ്ഞെടുക്കുന്നതിൻ്റെ അർത്ഥം ഓരോ വ്യക്തിക്കും അവരുടേതായ ഗുണഗണങ്ങൾ ഉണ്ട്. അവരെ അത് ഉപയോഗിച്ചുകൊണ്ട് കർത്താവ് അവരെ സ്വീകരിക്കുകയാണ്. അതേസമയം തന്നെ ഒറ്റിക്കൊടുക്കുന്ന യൂദാസിനെ കുറിച്ചും ഈശോ സൂചിപ്പിക്കുകയാണ്. ഇവർക്കെല്ലാം അധികാരം നൽകുകയാണ്. അങ്ങനെ ഈ 12 പേരെ കർത്താവ് തിരഞ്ഞെടുത്ത് നിയോഗിക്കുന്നത് കർത്താവിൻ്റെ ആ ദൗത്യം തുടരുവാൻ വേണ്ടിയാണ്. തുടർന്ന് മത്തായിയുടെ സുവിശേഷം 20:17 നമ്മൾ കാണുന്നു, 19:28 ഒക്കെ ഈ 12 പേരുടെ പ്രാധാന്യം. ഏറ്റവും ഒടുവിൽ 26-ാം അധ്യായം 20-ാം വാക്യത്തിൽ തൻ്റെ ഉടമ്പടി ഉറപ്പിക്കുന്ന, ആ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന ഈ 12 ശ്ലീഹന്മാരുടെ ഇടയിലാണ്. അങ്ങനെ കർത്താവ് തൻ്റെ ഈ 12 പേരെ തിരഞ്ഞെടുത്തത് കർത്താവിൻ്റെ വ്യക്തമായ പദ്ധതിയുടെ അടയാളമാണ്. 12 പേരെയും ഇങ്ങനെ ചുമതലപ്പെടുത്തി. അതുകൊണ്ട് ഈശോയുടെ തിരഞ്ഞെടുപ്പ് മാത്രമല്ല, നിയോഗം കൂടിയുണ്ട്. അതാണ് എങ്ങനെയാണ് ഈശോ ചുമതലപ്പെടുത്തി അയക്കുകയാണ്. അതായത് ഈശോ ചെയ്ത അതേ പ്രവർത്തികളാണ് അത് ചെയ്യുവാൻ വേണ്ടി അവരെ അയക്കുകയാണ്. സഭാപിതാവ് മാർ അപ്രയം പറയുന്നത് തൻ്റെ സമ്മിശ്ര സുവിശേഷ വ്യാഖ്യാനത്തിൽ, ദിയാത്തസ്രോൻ കമൻ്ററിയിൽ പറയുന്നത്, ഈശോയുടെ പ്രതിച്ഛായയായിട്ടാണ് ഈ 12 പേർക്ക് കർത്താവ് തൻ്റെ നിയോഗം നൽകുന്നത്, തൻ്റെ അധികാരം നൽകുന്നത്. ആദ്യമായി ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ വിജാതിരുടെ അടുക്കിലേക്ക് പോകരുത്, സമറിയായുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയും അരുത്. ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുക്കിലേക്ക് പോകുവിൻ. കാണാതെ പോയ ആടിനെ അന്വേഷിക്കുന്ന ഇടയൻ്റെ മനസ്സോടെ. അതായത് കർത്താവ് പറയുന്നുണ്ട്, ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ അവന് അനുകമ്പ തോന്നി. കർത്താവിൻ്റെ അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹാരമായിരുന്നു എന്ന് മുകളിൽ പറയുന്നുണ്ട് 9-ാം അധ്യായം 37 വാക്യങ്ങളിൽ. അപ്പോൾ അങ്ങനെ ഒന്നാമതായി നഷ്ടപ്പെട്ട ആളുകളുടെ ഇടയിലേക്ക് പോകുവിൻ, അവരുടെ ഇടയിൽ പ്രവർത്തിക്കുവിൻ. കാരണം ഈശോ ശിഷ്യന്മാരുടെ കൂടി ആയിരിക്കുന്ന സമയത്ത് ഇസ്രായേൽ ജനത്തിൻ്റെ ആ മോചനത്തിന് വേണ്ടി, ഇസ്രായേൽ ജനത്തെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി പരിശീലിപ്പിക്കുകയാണ്. പക്ഷെ പിന്നീട് വിജാതിയർക്ക് വേണ്ടിയുള്ള ആ മിഷൻ കർത്താവ് നൽകുന്നത് ഈശോ ഉയർത്തെഴുന്നേറ്റ ശേഷമാണ്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ കാണുന്ന ലോകമെങ്ങും കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കാൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്നത് അതിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ്, സ്വന്തം ജനത്തിൻ്റെ ഇടയിൽ സുവിശേഷം അറിയിക്കുകയും എന്നിട്ട് പറയുകയാണ്, പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ. മത്തായി എപ്പോഴും ദൈവം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല. കാരണം യഹൂദന്മാരുടെ ആ ഒരു
വികാരങ്ങൾ മാനിച്ചുകൊണ്ട് അവർ ദൈവം എന്ന വാക്കിന് പകരം കർത്താവ് എന്നാണല്ലോ വിളിച്ചിരുന്നത്. അതുകൊണ്ടാണ് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു യോഹന്നാൻ്റെ ആഹ്വാനം 3:2. ഈശോ തന്നെ പറയുന്നു 4:17 എന്താണ്? മാനസാന്തരപ്പെടുവിൻ. സ്വർഗരാജ്യം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ ഭരണം, ആ രാജ്യത്വം, ദൈവത്തിൻ്റെ ഭരണം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവം ഭരിക്കുന്ന അവസ്ഥയിലേക്ക് വരുവിൻ. ആ സന്ദേശം അറിയിക്കുന്നത് ദൈവത്തിൻ്റെ ഭരണം സ്നേഹത്തിൻ്റെ ഭരണമാണ്. തിന്മയുടെ ഭരണത്തിൽ നിന്ന് മാറി ദൈവിക ഭരണത്തിലേക്ക് വരുവിൻ എന്നുള്ള ആഹ്വാനമാണ് അവിടെ. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ പ്രസംഗിക്കുവിൻ, രോഗികളെ സുഖപ്പെടുത്തുക, മരിച്ചവരെ ഉയർപ്പിക്കുക, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുക, പിശാചുക്കളെ ബഹിഷ്കരിക്കുക. ഈ ദൗത്യങ്ങളൊക്കെ ഈശോ ചെയ്ത അതേ ദൗത്യം തന്നെ ചെയ്യുവാൻ അവർക്ക് അനുഗ്രഹം കൊടുക്കുകയാണ്. ദാനമായി നിങ്ങൾക്ക് കിട്ടി. ഇത് ദൈവം നൽകിയ, ഈശോ നൽകുന്ന ഒരു ദാനമാണ്. ദാനമായി തന്നെ കൊടുക്കുവിൻ, പ്രതിഫലമില്ലാതെ സുവിശേഷം അറിയിക്കുവിൻ, പ്രതിഫലമില്ലാതെ ലോകത്തിൻ്റെ മുറിവുകൾ വെച്ച് കെട്ടുവിൻ, ആശ്വാസമേകുവിൻ, അവർക്ക് വിമോചനം നൽകുവിൻ. അപ്പോൾ സുവിശേഷത്തിൻ്റെ വിമോചന മാനം എടുത്തു കാണിക്കുകയാണ്. ഈശോ വിമോചകനാണ്. ആ വിമോചനം എല്ലാവർക്കും പങ്കുവെച്ച് കൊടുക്കുവാൻ അവിടുന്ന് ആഹ്വാനം ചെയ്യുകയാണ്. പിന്നീട് പറയുകയാണ്, നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വയ്ക്കരുത്. യാത്രയ്ക്ക് സഞ്ചിയോ 2 ഉടുപ്പുകളോ ചെരുപ്പോ വടിയോ കൊണ്ടുപോകരുത്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് ചെരുപ്പ്, സാൻഡൽ കൊണ്ടുപോകാൻ അനുവദിക്കുന്നുണ്ട്. കാരണം റോമാക്കാർക്ക് വേണ്ടി എഴുതിയ ആ ഗ്രന്ഥത്തിൽ പ്രത്യേകമായിട്ട് അവരുടെ ഒരു പശ്ചാത്തലത്തിൽ കൊടുക്കുന്നതാണ്. പക്ഷേ ഇവിടെ ഒരു യാതൊന്നും കരുതി വയ്ക്കരുതെന്നാണ് പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ് ഈശോ ആഹ്വാനം ചെയ്യുന്നത്? ഈശോ മനഃപൂർവ്വം കൊടുക്കുന്ന ഒരു ഉപദേശമാണെന്നാണ് സഭാപിതാക്കന്മാർ അപ്രയം പറയുന്നത്. കാരണം ഇങ്ങനെയുള്ള സമ്പത്ത് കൂട്ടിവെക്കുകയും അതിലൂടെ നാശം സംഭവിക്കുകയും ചെയ്ത യൂദാസ്, മറ്റൊരു യൂദാസ് കൂടി ഇതിനകത്ത് ഉണ്ടാകരുത്. അതായത് അവരെ വ്യാപാരികളാകുവാൻ വേണ്ടി, ലാഭം കൊയ്യുവാൻ വേണ്ടി അല്ല അയക്കുന്നത്, മറിച്ച് പ്രേക്ഷിതരാകുവാൻ, ഹെറാൾഡ്സ് നോട്ട് മെർച്ചൻസ്. അപ്പോൾ പ്രേക്ഷിതരാകുവാൻ, പ്രഘോഷകരാകുവാൻ വേണ്ടിയാണ് അയക്കുന്നത്. അതുകൊണ്ട് കർത്താവ് ഈ കാര്യം പ്രത്യേകം പറയുന്നത്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ ചെല്ലുമ്പോൾ അവിടെ നല്ല മനുഷ്യർ കാണും. അതുകൊണ്ട് യോഗ്യരായ ആളിനെ കണ്ടെത്തി അവരോടൊപ്പം താമസിക്കുകയും. അപ്പോൾ മനുഷ്യരുടെ നന്മയിൽ ഒരുപാട് ഉദാരമനസ്കരായ നല്ല മനുഷ്യരെപ്പോഴും ഉണ്ട്. അവരുടെ നന്മയിൽ വിശ്വസിക്കുകയും, അപ്പോൾ മനുഷ്യ നന്മയിൽ വിശ്വസിക്കുവാൻ, അവരിൽ നന്മ ഉണർത്തുവാനും കർത്താവ് ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങളൊരു ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ ആദ്യം ആ ഭവനത്തിന് സമാധാനം ആശംസിക്കുവിൻ എന്ന് ഈശോ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കും. പഴയ നിയമത്തിലെ പല ആഹ്വാനങ്ങളും ഈശോ പൂർത്തീകരിക്കുകയാണ്. എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ 37-ാം അധ്യായം 25-ാം വാക്യം സമാധാനത്തിൻ്റെ ആ വലിയ ആഹ്വാനം, നിത്യമായ ഉടമ്പടി, സമാധാനത്തിൻ്റെ ഉടമ്പടി ദൈവം സ്ഥാപിക്കുന്നു. സമാധാന രാജാവ് പിറക്കുന്നതിനെക്കുറിച്ച് യെശയ്യാ 9:6, 7, 11, 6, 9 കാണുന്നുണ്ട്. എഫെസ്യസ് ലേഖനം 2:14 വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ സമാധാനം എന്ന് പറയുന്നതിൻ്റെ പൂർത്തീകരണം ഏതാണ്? ഈശോ മിശിഹ തന്നെയാണ് സമാധാനം. അതുകൊണ്ടാണ് മാർ അപ്രയം പിതാവ് പറയുന്നത് ദ ഹിഡൻ പവർ ഓഫ് ക്രൈസ്റ്റ്. അതായത് നിങ്ങൾ സമാധാനം ആശംസിക്കുമ്പോൾ ഈശോയുടെ നിഗൂഢമായ ശക്തി ആ ഭവനത്തിൽ പ്രവേശിക്കും. അപ്പോൾ ഈശോ അവിടെ പ്രവേശിക്കുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന സമാധാനം, ഈശോ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു, ലോകം നൽകുന്നത് പോലെയല്ല. അപ്പം ലോകം നൽകുന്നത് പോലെ അല്ലാത്ത, ഉയർത്തുന്നതിന് ശേഷം നൽകുന്ന ആ സമാധാനം, അതാണ് കർത്താവ് പറയുന്നത്. അപ്പം നിങ്ങൾ സമാധാനം ആശംസിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. അപ്പോൾ ആ വീടിന് സമാധാനം നൽകുകയും, ആരെങ്കിലും നിങ്ങളെ തിരസ്കരിച്ചാൽ ആ സമാധാനം നിങ്ങളിലേക്ക് മടങ്ങും. അതിനെ ശ്രമിക്കാതിരുന്നാൽ ആ ഭവനം പട്ടണം വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ പാദങ്ങളിലെ പൊടി കൂടി തട്ടിക്കളയുവൻ. അപ്പോൾ ഈ സുവിശേഷത്തിന് എപ്പോഴും എതിർപ്പുകളുണ്ടാകും. എപ്പോഴും അങ്ങനെ ഉണ്ടല്ലോ. സുവിശേഷം പ്രസംഗിക്കുന്നവരെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടല്ലോ. സഭയെ എപ്പോഴും ആക്രമിക്കുന്ന, ഉള്ളിൽ നിന്നും പുറത്തു നിന്നുമൊക്കെ. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? അവിടെ നിഷേധാത്മക മനോഭാവം സ്വീകരിക്കാതെ നിങ്ങളുടെ പാദങ്ങളിലെ പൊടി തട്ടിക്കളയുവൻ. കാരണം വിജാതീയ ഗ്രാമങ്ങളിലൊക്കെ പോകുമ്പോൾ തിരിച്ച് വിശുദ്ധ നാട്ടിലേക്ക്, അല്ലെങ്കിൽ ജെറുസലേം അവരുടെ സ്വന്തം നാട്ടിലേക്ക് വരുമ്പോൾ യഹൂദർ ചെയ്തിരുന്നത് അവരുടെ കാലിലെ പൊടി തട്ടിക്കളയും, വസ്ത്രത്തിലെ പൊടി തട്ടിക്കളയും. ആ നാട്ടിലെ യാതൊന്നും അവർക്ക് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഈശോ തൻ്റെ ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തി തൻ്റെ ശിഷ്യത്വത്തിൻ്റെ ആ ചൈതന്യം പകർന്നു നൽകുകയാണ്. ഈശോയുടെ ഈ ശിഷ്യത്വം, ആ ശിഷ്യത്വത്തിൻ്റെ തുടർച്ചയാണ് തിരുസഭ. സഭയുടെ ദൗത്യം എന്താണ്? സഭയിൽ ഒരാൾ അംഗമായിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈശോയുടെ ഈ വലിയ ദൗത്യം സ്വീകരിച്ച് സഭയോട് ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് 12 പേരെ അയക്കുന്നത് പല കാര്യങ്ങളുടെയും പൂർത്തീകരണമാണ്. ഒറ്റയ്ക്ക് പോയി ചെയ്യുന്ന ഒരു പ്രവർത്തനമല്ല സഭയുടെ പ്രവർത്തനം, സുവിശേഷ പ്രവർത്തനം. 12 പേര്, അത്
പഴയ നിയമത്തിലെ ഇന്നത്തെ ഒന്നാമത്തെ വായന ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം യാക്കോബിൻ്റെ 12 പുത്രന്മാർ 23 മുതലുള്ള വാക്യങ്ങളിൽ 29 വരെ നമ്മൾ ശ്രവിക്കുന്നുണ്ട്. പൂർവ്വപിതാക്കന്മാർ 12 ഗോത്രപിതാക്കന്മാർ ഒരു കുടുംബത്തിൻ്റെ അംഗങ്ങളെപ്പോലെ കഴിയേണ്ടവരാണ്. അപ്പം അങ്ങനെ ആ 12 ശിഷ്യന്മാർ ഈ 12 ഗോത്രപിതാക്കന്മാരുടെ പൂർണ്ണതയായിട്ടാണ് അവതരിപ്പിക്കുന്നത്. രണ്ടാമത്തെ വായനയിൽ ജോഷുവയുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ യോർദാനിൽ കടക്കുമ്പോൾ അവിടെ വാഗ്ദാന പേടകം പിടിച്ചിരുന്ന പുരോഹിതന്മാർ നിന്ന സ്ഥലത്ത് നിന്നും 12 കല്ലുകളെടുത്ത് നിങ്ങൾ താമസിക്കാൻ പോകുന്ന സ്ഥലത്ത് സ്ഥാപിക്കുവാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഈ 12 ശിലകൾ അത് ജീവിക്കുന്ന ശിലകളാണ്, സ്മാരക ശിലകളാണ്. അങ്ങനെ പഴയ നിയമത്തിലെ പല 12കൾ അതെല്ലാം പൂർത്തീകരിക്കുന്നതാണ് ഈ 12 ശ്ലീഹന്മാർ. തിരുസഭ ശ്ലൈഹികമാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. 12 കല്ലുകൾ. ചില സഭകളിൽ പ്രത്യേകിച്ച് അന്ത്യോക്യൻ പാരമ്പര്യത്തിൽ ബലിപീഠം വെഞ്ചരിപ്പ് നടക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം ഇടുന്നത് എപ്പോഴും 12 സമചതുരാകൃതിയിൽ ഉള്ള സ്ഥലത്ത് ലോകത്തിൻ്റെ 4 കോണുകളെ സൂചിപ്പിച്ചുകൊണ്ട് അതിൽ 12 കല്ലുകൾ പ്രത്യേകമായി സ്ഥാപിച്ച് അതിൽ വിശുദ്ധ തൈലം ഒഴിച്ച് അഭിഷേകം ചെയ്യുക. അതിന് മുകളിലാണ് കുർബാന അർപ്പിക്കുന്നത്. അപ്പം അങ്ങനെ സഭയുടെ ഒരു പ്രതീകമായിട്ടാണ്. അതിൻ്റെ പൂർത്തീകരണം സഭ ഉറ്റുനോക്കുന്നത് ഈ 12 ഈ ഭൂമിയിൽ കൊണ്ട് അവസാനിക്കുന്നില്ല. സ്വർഗത്തിൽ കാണുന്നത് ഇതിൻ്റെ എല്ലാ ഒരു പൂർത്തീകരണമാണ്. സ്വർഗീയ ജെറുസലേം 12ൻ്റെ പരമ്പരകൾ തന്നെയാണ് കാണിക്കുന്നത്. ഇന്നത്തെ ലേഖനത്തിൽ വെളിപാടിൻ്റെ പുസ്തകം ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു 21-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങളിൽ 12 സ്വർഗീയ ജെറുസലേം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന വിശുദ്ധ നഗരിയായ യെരൂശലേമിനെ ദൈവം എനിക്ക് കാണിച്ചു തന്നു. അത് എങ്ങനെയാണ് 12 കവാടങ്ങളിൽ 12 ദൂതന്മാർ, ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെ പേരുകൾ, കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കുമുള്ള 3 കവാടങ്ങൾ, നഗരമതിലിൻ്റെ 12 അടിസ്ഥാനങ്ങൾ, അങ്ങനെ 12 ഗുണിതങ്ങൾ, 12,000 അതിൻ്റെ അളവ്, അതുപോലെ തന്നെ അതിൻ്റെയും ഗുണിതം 144 മുഴം, അതുപോലെ തന്നെ മതിലിൽ കൊടുക്കുന്ന വിവിധ മുത്തുകളും രത്നങ്ങളും 12 എണ്ണമാണ്. അങ്ങനെ 12നെ കുറിച്ച് തന്നെ 8 പ്രതിപാദനങ്ങളാണ് നമ്മൾ ഇന്നത്തെ വെളിപാടിൻ്റെ പുസ്തകത്തിൽ കാണുന്നത്. അതിൻ്റെ അർത്ഥം ദൈവനഗരം, ദൈവത്തിൻ്റെ നഗരം, സ്വർഗീയ നഗരം ഈ 12 ശ്ലീഹന്മാരിൽ ഈശോയിൽ നിന്ന് അടിസ്ഥാനപ്പെട്ട് 12 ശ്ലീഹന്മാരിലൂടെ വളർന്ന് പന്തലിച്ച് സ്വർഗത്തിൽ എത്തിച്ചേരേണ്ടതാണ്. അപ്പോൾ ഈ ദൈവീയമായ ദർശനമാണ്, സ്വർഗീയ ദർശനമാണ് ഇവിടെ യോഹന്നാൻ ലഭിക്കുന്നത്. വെളിപാടിൻ്റെ പുസ്തകം 21-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രവിക്കുന്നത്. ഈ ശ്ലൈഹിക ദൗത്യം, ഈ ശ്ലൈഹികമായ സഭയിൽ നാമും പങ്കുചേരണം. ലോകത്തിൽ കർത്താവിൻ്റെ സ്നേഹം പങ്കുവയ്ക്കുന്ന, ലോകത്തിൻ്റെ മുറിവുണക്കുന്ന, കർത്താവിൻ്റെ ആശ്വാസം പകരുന്ന, സമാധാനം പകരുന്ന ദൗത്യം ഓരോ വിശ്വാസിക്കുമുണ്ട്, ഓരോ നല്ല മനുഷ്യനുമുണ്ട്. അത് കർത്താവ് ആഹ്വാനം ചെയ്യുകയാണ്. അത് എങ്ങനെയാണ് ലോകത്തെ പടുത്തുയർത്തുന്നത്, ലോകത്തെ തിന്മയുടെ ശക്തികളിൽ നിന്ന് കഴുകി ശുദ്ധമാക്കുന്നത്, ഞങ്ങളെ ശുദ്ധീകരിക്കുക എന്നാണ് വാസ്തവത്തിൽ കൈത്താക്കാലത്തിൻ്റെ ആദ്യത്തെ പേരും നമ്മൾ ആദ്യം കണ്ടുവല്ലോ. ഇതുപോലെ നമ്മെ തന്നെ ശുദ്ധീകരിച്ച് കർത്താവിൽ നിന്നുള്ള അഭിഷേകം സ്വീകരിച്ച് കർത്താവിൻ്റെ ചൈതന്യം എല്ലാവർക്കും പകർന്നു കൊടുക്കുവാൻ ഉള്ള വലിയ സന്ദേശമാണ് ഇന്നത്തെ സുവിശേഷവും വിശുദ്ധ ഗ്രന്ഥവായനകളും നമുക്ക് നൽകുന്നത്. അത് സ്വീകരിച്ച് നമ്മെ തന്നെയും ഈ സുവിശേഷ ദൗത്യത്തിനായി സമർപ്പിക്കുവാൻ, നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിനം നമുക്ക് ആദരിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.